ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലുള്ള കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നൊരു പെറ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ബേഡ്സും ഒത്തിരി വെറൈറ്റീസും കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മളിന്ന് ഞാണ്ടർകോണത്തുള്ളൊരു പെറ്റ് ഷോപ്പ്. ഇവിടെ നിന്നാണ് ഞാൻ ഒരുപാട് ബേഡ്സിനെയൊക്കെ എടുത്തിട്ടുള്ളത്. ഒത്തിരി കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് കേട്ടോ. കടയുടെ പേര് പറഞ്ഞുകൂടെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിന് എല്ലാ മാസം പോയി ഫുഡ് എടുക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ആ പെറ്റ് ഷോപ്പിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കുകയാണെങ്കിൽ പിന്നീട് പറയാമേ. അപ്പം നമ്മളിവിടെ കുറച്ച് ബേഡ്സിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി. നമ്മൾ കുറച്ച് നമ്മുടെ ഏവിയറിയിലേക്ക് വേണ്ട കുറച്ച് ബേഡ്സിനെയും ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത വേറൊരു സാധനത്തിനും കൂടെ വാങ്ങിച്ചത്. ഒട്ടും ഞാൻ പ്ലാൻ ചെയ്തതല്ല, എന്നാലും അതിനെയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അകത്തുള്ള ഒരു ഫിഞ്ചസിനൊരു മെയിൽ മാത്രമല്ല, അതിനൊരു ഫീമെയിലും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വേറെ 1-2 ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊട്ടും പ്ലാൻ ചെയ്യും. പിന്നെ ഒരു വലിയ കൂടുണ്ടല്ലോ, തടിയുടെ കേജ്, അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2 ബേഡ്സിനെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഏവിയറിയിൽ വാങ്ങിച്ച ഏറ്റവും വലിയ ബേഡ് ഇവന്മാരാണ്. ഇപ്പം മുമ്പ് ആഫ്രിക്കൻ ആയിരുന്നു. കോഴികൾ നോക്കണ്ട. പക്ഷേ നമ്മൾ ഇതിപ്പം വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ കോക്കറ്റെയിലിനാണ്. ഞങ്ങൾ ഏവിയറിക്കകത്ത് ഇപ്പോഴേ ഇതിനെ ഓപ്പൺ ചെയ്ത് വിടണില്ല. പ്രത്യേകിച്ച് ആഫ്രിക്കൻസ് കിടക്കുന്ന ഏരിയയിലാണ് ഇതിനെ വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പുറത്ത് വിട്ടാൽ നമ്മൾ ചെടികളും വലയൊക്കെ ഉള്ളതെന്ന് ആൾക്കാർ അങ്ങോട്ട് വിടുന്നില്ല. ഇവരുടെ കൂട്ടത്തിൽ, നമ്മൾ ആഫ്രിക്കൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കോക്കറ്റെയിലിന് വിടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവർ മറ്റവരൊക്കെ, നമ്മൾ ആഫ്രിക്കൻസൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും, നമ്മൾ ചിലപ്പോൾ പേടിക്കും. അതുകൊണ്ട് തൽക്കാലം ഒരു കൂട് വെച്ച് ഇതിൻ്റെ അകത്ത് വിടാം. അപ്പോൾ ഒരു 2-3 ദിവസം ഇവരെയൊക്കെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ ഏവിയറിക്കകത്ത് ആഫ്രിക്കൻസിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യണം. തൽക്കാലം ഈ കേജിലേക്ക് വരെ ഓപ്പൺ ചെയ്യണം. ഇത് കടിക്കും, എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കയ്യിലൊന്നും എടുക്കാത്ത ഇവന്മാരെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗ്രേ കറക്റ്റ് എനിക്ക് പറയാമെന്ന് അറിയില്ല. ഇവന്മാർ ഗ്രേ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഗ്രേ അല്ലത്, ബ്ലാക്ക് വൈറ്റ് ഫൈഡാണോ? എന്തായാലും നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പുതിയ ഗസ്റ്റ്, നമ്മുടെ പുതിയ അതിഥികൾ ഇവന്മാരാണ്. അങ്ങനെയുണ്ട്. അവർ ജസ്റ്റ് എല്ലാ സ്ഥലവും ഒന്ന് നോക്കുകയാണ്. നമ്മൾ DNA കാർഡാണ്. വൈറ്റ് ഫേസ്, പേൾ, കോക്കറ്റെയിലാണ് ഇവന്മാർ. അതിൻ്റെ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും DNA കാർഡോടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് നോക്കി പെട്ടെന്ന് ഇവന്മാരെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുതിയ ഗസ്റ്റ് ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇവർ ആഫ്രിക്കൻസായ ഈ കോക്കറ്റെയിൽസ് പൊതുവേ പാവങ്ങളാണ്. വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കാത്ത ബേഡ്സാണ്. പക്ഷേ ആഫ്രിക്കൻസ് ചിലപ്പം അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് ദിവസം ഇവിടെ ഓപ്പണാക്കി വിട്ട് അവരൊന്ന് സെറ്റ് ആവട്ടെ ഈ പുതിയ സ്ഥലത്തെന്ന് വിചാരിച്ചാണ് ഇവിടെ വിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏവിയറിലേക്ക് പുതിയ 2 പേരും കൂടെ ഉണ്ട്. നമ്മുടെ കോക്കുവിൻ്റെ കൂടെ വാങ്ങിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വാങ്ങിച്ചെന്ന് പറഞ്ഞ ലെവന്മാരാണ്. ഗിനിപ്പിക്ക്. ഞാൻ ഹാംസ്റ്ററിനൊക്കെ വളർത്തിയിട്ടുണ്ട്, മൊയലും ഉണ്ട് എനിക്ക്. പക്ഷേ ഗിനിപ്പിക്ക് ഇത് ഫസ്റ്റ് ടൈം ആണ്. എനിക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. മൊയലിനെ പോലെ തന്നെയാണ്. ഞാൻ തൽക്കാലം നമ്മുടെ ഈ ആഫ്രിക്കൻ നമ്മുടെ ഈ ഏവിയറിയിൽ തന്നെ തുറന്ന് വിടാമെന്നാണ് വിചാരിക്കുന്നത്. ഓപ്പൺ ഏവിയറിയിൽ വിട്ടാലും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാടയുടെ കൂടിൻ്റെ ഇടയിൽ വേസ്റ്റൊക്കെ ഇല്ലേ, അപ്പോൾ അത് അങ്ങോട്ട് കയറാതിരിക്കാൻ നെറ്റൊക്കെ ഇട്ടൊന്ന് അടച്ചതിന് ശേഷം വേണമെങ്കിൽ ഉമ്മാർ അവിടെയും തുറന്ന് വിടാമെന്ന് വിചാരിക്കുന്നു, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. പക്ഷെ ഇവിടെ തുറന്ന് വിട്ടാൽ കോഴികൾ കൊത്തുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. പാവങ്ങളല്ലേ. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു സാധനമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം ഇവന്മാർ നമ്മുടെ ഏവിയറിയിൽ സെറ്റ് ആവുമോ എന്ന്. പുതിയ സ്ഥലം ഇഷ്ടപ്പെട്ടാടേ. ഇവന്മാർ പാവങ്ങളുണ്ടോ? 5 പാവങ്ങൾ. നമ്മുടെ കോഴിക്കുട്ടന്മാർ കൊത്തുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അങ്ങോട്ട് മാറ്റും. തൽക്കാലം ഇവന്മാരെ ഞങ്ങൾക്ക് താഴെ വിടാം. ഓടിപ്പോയി ഓടിപ്പോയി. വന്ന് വിട്ടപ്പോഴേ അവന്മാർ കോഴിയുടെ ഫുഡ് കയറി ഉടനെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം കോഴികളൊക്കെ നോക്കുകയാണ് എങ്ങനെയാണ് ഇതാര് പുതിയ അതിഥി എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. അവരിപ്പം നമ്മൾ നിൽക്കണമെന്നാണ് അത് ഒന്നും ചെയ്യാതെ മാറിയിരിക്കുന്നത്. ഇനി എടുത്തിട്ട് തലയ്ക്ക് കൊത്തു കൊടുക്കുമെന്നാണ് എനിക്ക് പേടി.
അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ അതിഥി ഒരു പിഞ്ചസ് ആണ്, ഫീമെയിൽ. അറിയപ്പോരുത്. ഇതിൻ്റെ അകത്ത് പോയി ഒരുത്തെന്താ എങ്ങനെ ചാടി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇനി അവനെ രാത്രി പിടിച്ചിട്ടാണ് അവന്തോ ലവ് ബേർഡ്സിൻ്റെ കരത്തിലൊക്കെ കയറിയിരിക്കുന്നു. അപ്പം പുതിയതായിട്ട് വന്ന യവനെ കൂടി നമുക്ക് പിഞ്ചസിൻ്റെ കൂട്ടിലോട്ട് ഓപ്പൺ ചെയ്ത് വിടാം. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇതിന് ജസ്റ്റ് ഒന്ന് ശകലം തുറന്ന് അപ്പുറത്തോട്ട് വിട്ടാൽ മതി. ബാക്കി അവർ നോക്കിക്കോളും. പോ വീടെത്തി. പുതിയ ആളെ ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. അവിടെ വിളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ന് മേടിച്ച അതിഥികളെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്കൊക്കെ ഫുഡും വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ പുതിയ ഗിനിപ്പിക്ക് ഇതാ താഴെ ഉണ്ട്. ഇനി കയറുമ്പോഴൊക്കെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് ചവിട്ടും. അവരിങ്ങനെ ഓരോ സൈഡൊക്കെ ഓടി നടന്ന് നോക്കുകയാണ് അവർ. ഒരു 2 ദിവസമൊക്കെ ആകുമ്പോൾ അവർ ഇവിടെ സെറ്റ് ആവുമായിരിക്കും. പിന്നെ അടുത്ത് വെളിയിടേണ്ടി വരില്ലായിരിക്കും, നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.